ഇലക്ട്രോണിക്സ് ഹോബിസ്റ്റുകളുടെ ഇടയിൽ വളരെ ജനപ്രിയമായ ഒരു ചിപ്പാണ് ആർഡിനോ നാനോ. വലിയ വിലയില്ല. അപ്പോൾ അതിൽ ഒരുപാട് മൈക്രോ കൺട്രോളർ പ്രോജക്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് പിൻസ് എന്ന് വരുന്നത് 5 വോൾട്ടാണ്. അതായത് ഹൈ സ്റ്റേറ്റിൽ 5 വോൾട്ട് വരും, ലോ സ്റ്റേറ്റിൽ 0 വോൾട്ടും വരും. അങ്ങനെയാണത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ബോർഡിൽ തന്നെ ഒരു LED കാണും. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. നമുക്കതൊരു എക്സാമ്പിൾ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ആർഡിനോ നാനോ ID എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അതുപയോഗിച്ച് ആ LED ബ്ലിങ്ക് ചെയ്യുന്ന സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. സാധാരണ 1 സെക്കൻഡ് ഓണും 1 സെക്കൻഡ് ഓഫുമാണ്. നമുക്കത് വേണമെങ്കിൽ 5 സെക്കൻഡ് ഓണും 5 സെക്കൻഡ് ഓഫ്, അല്ലെങ്കിൽ 5 സെക്കൻഡ് ഓണ് 1 സെക്കൻഡ് ഓഫ്, എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട് കറണ്ട് സാധാരണ ഒരു 40 മില്ലി ആമ്പിയറേ വരുള്ളൂ. പക്ഷേ സേഫായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ 20 മില്ലി ആമ്പിയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആർഡിനോ നാനോയിൽ ഒരു 3.3 വോൾട്ട് പിന്ന് കാണാം. ഇതവിടെ കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ആർഡിനോ നാനോയിലേക്ക് ഒരു പവർ ബാങ്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു USB കേബിൾ വെച്ചിട്ട്, എന്നിട്ട് ഓരോ പിന്നിലെയും വോൾട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 3.3 വോൾട്ട് പിന്നാണ് കാണിക്കുന്നത്. അത് ഒരു ജമ്പർ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ഗ്രൗണ്ട് പിന്നുണ്ട്, അതായത് ഗ്രൗണ്ട് GND എന്ന് എഴുതിയത്, അത് വേറെ ജമ്പർ വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒരു മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്താൽ കറക്റ്റ് 3.3 ആണോ കിട്ടണതെന്ന് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ 1 പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ, പവർ ബാങ്ക് പെട്ടെന്ന് ഓട്ടോ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ കുറഞ്ഞു കണ്ടത്. അപ്പോൾ പവർ ബാങ്ക് വീണ്ടും ഓണാക്കിയപ്പോൾ ശരി 3.31 വോൾട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അതിന് കിട്ടുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അതൊരു 3.3 വോൾട്ട് ഔട്ട്പുട്ട് പിന്നാണ് ആർഡിനോ നാനോൻ്റെ. അത് ഡിജിറ്റൽ പിന്നല്ല, അതിന് ഡയറക്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പിന്ന് മാത്രമാണ്. ആർഡിനോയിൽ നിന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ട് വരുന്ന ഒരു പിന്നാണ് D13. അതിൽ ശരിക്കൊരു ബ്ലിങ്കിങ് LED കത്തിക്കാൻ പറ്റും. ബോർഡിലുള്ള LED കത്തുന്ന പോലെ തന്നെ ഒരു 330 ഓംസോ 220 ഓംസോ റെസിസ്റ്റർ സീരീസിലായിട്ട് കണക്ട് ചെയ്താൽ LED ബ്ലിങ്ക് ചെയ്യും. കണ്ടില്ലേ, ഒരു എക്സ്റ്റേണൽ LED ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ LED ബ്ലിങ്ക് ചെയ്യാൻ എത്ര മില്ലി ആമ്പിയർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാനിവിടെ നോക്കുന്നത്. ഏകദേശം 5 മില്ലി ആമ്പിയറാണ് ഉപയോഗിക്കുന്നത് ഓൺ ആവുന്ന സമയത്ത്. ഓഫ് ആകുമ്പോൾ പിന്നെ 0 ആയിരിക്കുമല്ലോ. അത് ഡിജിറ്റൽ ഔട്ട്പുട്ട് അങ്ങനെയാണ്, 0 1 എന്നുള്ളതാണ് ഡിജിറ്റൽ സംവിധാനം. ഇതിൽ ഹൈ സ്റ്റേറ്റിൽ 5 മില്ലി ആമ്പിയർ ഒഴുകും. ആ സമയത്ത് ആ വോൾട്ടേജ് അതിലേക്ക് ചെല്ലും, അല്ലാത്തപ്പോൾ വോൾട്ടേജ് ഉണ്ടാവില്ല. അതൊരു ഡിജിറ്റൽ സ്വിച്ചിങ്ങിൻ്റെ മെത്തേഡാണ്. വളരെ ലളിതമായിട്ട് കാണിച്ചു തരികയാണ്.